ബംഗളൂരു ദയാനന്ദ സാഗർ യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന മലയാളി അനാമികയുടെ ദുരൂഹമരണത്തിൽ പ്രിൻസിപ്പൽ സന്താനം സ്വീറ്റ് റോസ്, അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ സുജാത എം എന്നിവരെ യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്തു. ഭാരതീയ നഴ്സസ് ആൻഡ് അലൈഡ് സംഘിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സ്വദേശിനി അനാമികയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ബീന റാണി ഒപ്പിച്ചേരുന്നു. ബീന റാണി, സർവകലാശാല കടുത്ത തീരുമാനം തന്നെ എടുത്തിരിക്കുന്നു. അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നു. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസമാണ് കണ്ണൂര് മുഴപ്പിലങ്ങാടി സ്വദേശിനിയായ 19 വയസ്സുള്ള അനാമികയെ ബംഗളൂര് ദയാനന്ദ സാഗർ നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അപ്പോൾ തന്നെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 6ാമത്തെ മലയാളി വിദ്യാർത്ഥിനിയാണ് ബംഗളൂരിലെ ഒരു നഴ്സിംഗ് കോളേജിൽ ഇത്തരത്തിൽ മരണപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയരുകയും കോളേജിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും മറ്റും ഇന്നും ഇന്നലെയുമായി നടന്നിരുന്നു. തുടർന്നാണ് ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ സന്താനം സ്വീറ്റ് റോസ്, അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ സുജാത എം എന്നിവരെ യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നത്. ഭാരതീയ നഴ്സസ് ആൻഡ് അലൈഡ് സംഘിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു നടപടിയിൽ എടുക്കാൻ യൂണിവേഴ്സിറ്റി നിർബന്ധിതരായത്. ഇതിന് നേതൃത്വം നൽകിയത് ദക്ഷിണ ക്ഷേത്രീയ പ്രചാരക് ഹരികൃഷ്ണൻ ജി, ഭാരതീയ നഴ്സസ് അലൈഡ് അധ്യക്ഷൻ കെ വിജയകുമാർ, ജനറൽ സെക്രട്ടറിമാരായ MA അനിൽകുമാർ, ജിജു തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുകയും ഇത്തരം നടപടിയിലേക്ക് യൂണിവേഴ്സിറ്റിയെ നയിക്കുകയും ചെയ്തത്. എന്തായാലും ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 6ാമത്തെ മലയാളി വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. സർവകലാശാല ഉചിതമായ തീരുമാനമെടുക്കുന്നു. പ്രിൻസിപ്പലിനെയും അധ്യാപികയും സസ്പെൻഡ് ചെയ്യുന്നു. ഒപ്പം അന്വേഷിക്കാൻ സംഘത്തെ നിയോഗിക്കുകയും ചെയ്യുന്നു.